ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളതെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അജ്ഞതയും അധിക പ്രസംഗവുമാണെന്ന് മുഖ്യമന്ത്രി. കന്യാസ്ത്രീകളെ ഉൾപ്പെടെ അന്യായമായി അറസ്റ്റ് ചെയ്യാൻ ബി.ജെ.പി. സർക്കാരിന് എക്കാലവും ആയുധമായത് കോൺഗ്രസിന്റെ സംഭാവനകൾ. കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടു. അന്ന് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നുവെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അവന്തിക, അതായത് ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്നൊരു പ്രസ്താവനയായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആക്ഷേപം അത് മിതമായ ഭാഷയിൽ അജ്ഞതയും അധിക പ്രസംഗവുമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അതിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കന്യാസ്ത്രീകളെ ഉൾപ്പെടെ അന്യായമായി അറസ്റ്റ് ചെയ്യാൻ ബി.ജെ.പി. സർക്കാരിന് എക്കാലവും ആയുധമായത് കോൺഗ്രസിന്റെ സംഭാവനകളാണ് എന്നത് രാഹുൽ ഗാന്ധി മറന്നുപോയോ എന്നുള്ളത് ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതികരണത്തിൽ 2022-23 ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കിടയിൽ നിന്ന് ആയിരക്കണക്കിന് ഗോത്രവിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരെ സംഘപരിവാർ പ്രേരണയാൽ ആട്ടി ഓടിച്ചപ്പോൾ കോൺഗ്രസ് ഭരണമായിരുന്നില്ലേ അവിടെ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അന്ന് രാഹുൽ ഗാന്ധി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അവധിയെടുത്തിരുന്നുവോ? മതസ്വാതന്ത്ര്യത്തിലെ 4-ാം വകുപ്പ് പ്രകാരമാണ് കന്യാസ്ത്രീകളെ അന്ന് ബി.ജെ.പി. സർക്കാർ അറസ്റ്റ് ചെയ്തത് എന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ 2000-ൽ മധ്യപ്രദേശിൽ നടന്ന സംഭവവും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഭരണഘടനാ വിരുദ്ധവും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരെ അടിച്ചമർത്താനും ഉപയോഗിച്ചു വരുന്നതായ എന്നാണ് ഇടത്തിന്റെ സുവ്യക്തമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ 2020 ഉൾപ്പെടെ എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അജ്ഞതയും അധിക പ്രസംഗവുമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിവരങ്ങളാണ് ഷീജ നൽകിയത്.